ഈരാറ്റുപേട്ട കാഞ്ഞിരപ്പള്ളി റൂട്ടിൽ ചെമ്മലമറ്റത്തിന് സമീപം ലോറിയും ജീപ്പും കൂട്ടിയിടിച്ച് രണ്ടുപേർക്ക് പരിക്ക്. ഗ്യാസ് സിലിണ്ടറുമായി വന്ന ലോറി ജീപ്പുമായി കൂട്ടിയിടിക്കുകയായിരുന്നു. എബിൻ ജോസ് വിവരങ്ങൾ നൽകാനുണ്ട്. എബിൻ, നമുക്ക് ആ ദൃശ്യങ്ങൾ കാണാം. ഇപ്പോൾ CCTV ദൃശ്യങ്ങൾ. ശക്തമായ ഒരു ഇടിയാണ് ഉണ്ടായിരിക്കുന്നത്. നേരിട്ട് വന്നിട്ട് കൊളൈഡ് ചെയ്യുകയാണ്. എന്തൊക്കെയാണ് വിവരങ്ങൾ, എബിൻ? ഗോപി, ഇന്ന് പുലർച്ചെ 6 മണിയോടെയാണ് ഈരാറ്റുപേട്ട കാഞ്ഞിരപ്പള്ളി റോഡ് ചെമ്മലമറ്റം ഭാഗത്ത് വെച്ച് ഈ അപകടമുണ്ടായത്. ഗ്യാസ് സിലിണ്ടർ കയറ്റി വന്ന ലോറിയിലേക്ക് എതിർദിശയിൽ വന്ന ബൊലോറോ ജീപ്പ് ഇടിച്ചു കയറുകയായിരുന്നു. അപകടത്തിൽ ജീപ്പ് പൂർണ്ണമായും തകർന്നു. ഈ ജീപ്പിലുണ്ടായിരുന്ന ഡ്രൈവറായിരുന്ന പൊൻകുന്നം സ്വദേശി കലാധരനെ ഗുരുതരമായ പരിക്കുകളോടെ പാലാ മാർസ്ലീവ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. ഈ ഇടിയുടെ ആഘാതത്തിൽ ജീപ്പ് പൂർണ്ണമായും തകർന്ന സാഹചര്യമുണ്ടായിരുന്നു. ഏതായാലും ഈരാറ്റുപേട്ട പോലീസ് സ്ഥലത്തെത്തി വാഹനങ്ങൾ നീക്കി ഗതാഗതം ഇപ്പോൾ പുനഃസ്ഥാപിച്ചിട്ടുണ്ട്. ഈ അപകടത്തിന്റെ കാരണം എന്താണെന്ന് വ്യക്തമാകുന്നുണ്ടോ? ഇപ്പോൾ ഇത് നേരിട്ട് മുഖാമുഖം വന്ന് ഇടിക്കുകയാണല്ലോ. അപ്പോൾ ഡ്രൈവർ ഉറങ്ങിപ്പോയത് ആകാനുള്ള സാധ്യതയുണ്ടല്ലോ. ഗോപി, നിലവിൽ പോലീസ് പറയുന്നത് ഡ്രൈവറുടെ അശ്രദ്ധയാണ് ഇത്തരത്തിലൊരു അപകടത്തിന് കാരണമെന്നാണ്. ഏതായാലും പൊൻകുന്നം സ്വദേശി കലാധരൻ എന്ന് പറയുന്ന ആളാണ് ഈ ജീപ്പ് ഓടിച്ചിരുന്നത്. ഇദ്ദേഹത്തിന് ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ട്. ഇദ്ദേഹം ആശുപത്രിയിൽ ഇപ്പോൾ ചികിത്സയിലാണ്. ഇതിനുശേഷം വ്യക്തമായ അന്വേഷണത്തിലാണ് ഇതിൻ്റെ കാരണം എന്താണെന്ന് പോലീസിന് വ്യക്തമാവൂ എന്നാണ് പറയുന്നത്. ഗോപി, ശരി. എബിൻ ജോസ് ആണ് വിവരങ്ങൾ നൽകിയത്. ഇപ്പോൾ ഈ അപകടത്തിന് മറ്റു വിശദമായ വിവരങ്ങൾ ലഭ്യമായിട്ടില്ല. ഒരു ലോറിയെ ഗ്യാസ് സിലിണ്ടറുമായി വന്ന ലോറിയെ നേരിട്ട് വന്ന് ഇടിക്കുന്നു ജീപ്പ് എന്നതാണ് നമ്മൾ കണ്ടത്. പൂർണ്ണമായി ജീപ്പ് തകർന്നിട്ടുണ്ട്, വാഹനം തകർന്നിട്ടുണ്ട്. അതിൽ 2 പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. അതിൽ ഡ്രൈവറുടെ നില ഗുരുതരമായി തുടരുന്നു. എബിൻ ജോസിന്റെ റിപ്പോർട്ട് അതാണ്. 24 അഞ്ചിന്റെ വജ്രത്തിളക്കം.